എല്ലാവർക്കും നമസ്കാരം. എളുപ്പത്തിൽ ചപ്പാത്തിക്ക് കറികൾ എങ്ങനെ ഉണ്ടാക്കാം, അത് മീനും മത്സ്യമാംസാദികളില്ലാതെ എങ്ങനെ കറികൾ ഉണ്ടാക്കാം എന്നുള്ള ഒരു അന്വേഷണത്തിലാണ് ഞാൻ. കാരണം ഇപ്പോൾ ഞങ്ങൾക്ക് നോയമ്പ് കാലമാണ്. നോയമ്പ് പല ലെവലിലെടുക്കാം. നമ്മൾക്ക് എല്ലാ മൃഗത്തിൽ നിന്നുള്ള എല്ലാ ആഹാരങ്ങളും ഒഴിവാക്കാം. മുട്ട, പനീർ, പാല്, തൈര് ഇതൊക്കെ ഒഴിവാക്കാം. അല്ലെങ്കിൽ നമ്മൾക്ക് ലാക്ടോ ഓവോ വെജിറ്റേറിയൻസ് എന്ന് പറയുന്നത് പോലെ പാലും മുട്ടയും ഉൾപ്പെടുത്തി ബാക്കിയുള്ള സാധനങ്ങൾ ഒഴിവാക്കാം. അല്ലെങ്കിൽ നമുക്ക് വെറും ലാക്ടോ വെജിറ്റേറിയൻസ് ആകാം. പാല് മാത്രം, പാലും തൈരും ഉപയോഗിച്ച് ആവാം. അതൊക്കെ അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചും ആവശ്യങ്ങളനുസരിച്ചുള്ള ചോയ്സാണ്. പക്ഷേ ഏതായാലും നമ്മൾ ഉച്ചയ്ക്കത്തെ ആഹാരം നമുക്ക് വളരെ എളുപ്പമാണ്. ചോറും തോരനും അവിയലും, അല്ലെങ്കിൽ ചോറും ഒരു ഒഴിച്ചു കറിയും ഒരു തോരനോ മെഴുക്ക് പുരട്ടിയോ ഒക്കെ വെച്ച് അച്ചാറും ഒക്കെ വെച്ച് നമുക്ക് ഉണ്ണാം. പക്ഷേ വൈകുന്നേരത്തെ ചപ്പാത്തിക്ക് നമ്മൾക്ക് കറികൾ കണ്ടുപിടിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കറികൾ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു മസാല കൂട്ടം ഉണ്ടാക്കി ഞാൻ എപ്പോഴും ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. അത് എന്തിനാണെന്ന് പറഞ്ഞാൽ നോയമ്പല്ലേലും ഞാൻ വെക്കും. കാരണം എല്ലാ ദിവസവും നമ്മളിവിടെ നോൺ വെജിറ്റേറിയൻ ഒന്നും അല്ലല്ലോ ചപ്പാത്തിക്ക് കഴിക്കുന്നത്. ചില സമയത്ത് നമ്മൾക്ക് ഇത് വെച്ചിട്ട് പീസ് മസാല ഉണ്ടാക്കാം. ഈ അരപ്പ് വെച്ചിട്ട് പീസ് മസാല ഉണ്ടാക്കാം. പിന്നെ പനീർ ബട്ടർ മസാല ഉണ്ടാക്കാം. പിന്നെ തോഫു വെച്ചിട്ടുള്ള കറികൾ ഉണ്ടാക്കാം. തോഫു എന്ന് പറഞ്ഞാൽ സോയയുടെ പനീർ, അല്ലെങ്കിൽ മറ്റ് പല കറികളും നമുക്ക് ഈ ഒരു മസാല വെച്ച് ഉണ്ടാക്കാം. അപ്പോൾ ആ കറികൾക്കുണ്ടാക്കുന്ന ഈ മസാല എങ്ങനെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്യാമെന്നുള്ളതാണ് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഗ്രേവി ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ, ഇതൊരു റെഡിമെയ്ഡ് ഗ്രേവിയാണ്. നമ്മളിത് ഗ്രേവി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പല കറികൾ ഉണ്ടാക്കാനായിട്ട് ഇതെടുത്ത് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമ്മൾ കുറേശ്ശെ പല പാക്കറ്റ്സ് ആക്കിയാകണം. ഞാൻ ഫ്രീസറിൽ വെക്കും. വേണ്ടിയത് ഞാനെടുത്ത് പുറത്ത് വെച്ച് ഡീഫ്രോസ്റ്റ് ചെയ്ത് അന്നത്തെ കറി ഉണ്ടാക്കും. അത് ഞാൻ പുറകെ കാണിച്ചു തരാം. അപ്പോൾ ഇതിന് വേണ്ടിയത് ടൊമാറ്റോ, ഇത് 1/2 കിലോ ടൊമാറ്റോ അരിഞ്ഞതാണ്. 1/2 കിലോ ടൊമാറ്റോ അരിഞ്ഞത്, 1/2 കിലോ സവാള അരിഞ്ഞത്, 1/2 കപ്പ് മല്ലിപ്പൊടി, 1/3 കപ്പ് മുളക് പൊടി, 1/3 കപ്പ് മുളക് പൊടി. 1/2 കപ്പ് എടുക്കാം. ഇത് വളരെ എരിവാണ്. ഞങ്ങളുടെ വീട്ടിൽ പൊടിച്ച മുളക് പൊടിയാണ്. ഇതിന് നല്ല എരിവുള്ളത് കൊണ്ട് 1/3 കപ്പ് മുളക് പൊടി. ഇത് ഞാൻ കൂടുതൽ എടുക്കാത്തതിന് വേറെ ഒരു കാര്യമുണ്ട്. ഞങ്ങൾക്ക് പച്ചമുളകിൻ്റെ ആ എരിവ് വളരെ ഇഷ്ടമാണ്. അപ്പോൾ കറി ഉണ്ടാക്കാറാകുമ്പോൾ പച്ചമുളക് കറിയിൽ ആഡ് ചെയ്യും. ഈ അരപ്പുണ്ടാക്കി വെച്ചിട്ട് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഓരോ കറികളായിട്ട് പുറകെയുള്ള വീഡിയോകളിൽ കാണിച്ചു തരാം. ഇത് 1/2 ടേബിൾ സ്പൂൺ വറുത്ത് പൊടിച്ച ജീരകം നമ്മൾ സാധാരണ തോരനൊക്കെ ഇടുന്ന അതേ ജീരകം വറുത്ത് പൊടിച്ചതാണിത്. ചെറുതായിട്ട് ചൂടാക്കി, ഒരുപാട് വറുത്ത് മൊരിച്ചല്ല, വറുത്ത് പൊടിച്ച 1/2 ടേബിൾ സ്പൂൺ ജീരകം കൂടിപ്പോയാൽ വല്ലാത്ത ചൊവ വരും. 1/4 കപ്പ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത് ഞാൻ വാങ്ങിച്ച പേസ്റ്റ് 1/4 കപ്പ് എടുക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ പകുതി ഇഞ്ചിയും പകുതി വെളുത്തുള്ളി ഇട്ട് അരച്ച് എടുക്കാം. അപ്പോൾ അത് 1/4 കപ്പ്. ഇത്രയും സാധനങ്ങളുടെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും വേണം. നമ്മൾ ഉപ്പ് കൂടിപ്പോയാതെ നോക്കണം. കുറഞ്ഞു പോയാൽ കുഴപ്പമില്ല, പിന്നീട് നമ്മൾക്ക് കറി ഉണ്ടാക്കുമ്പോൾ ആഡ് ചെയ്യാം. അപ്പോൾ കറി ഉണ്ടാക്കാൻ നേരം നമ്മളിതിൻ്റെ കൂടെ ചിലപ്പോൾ പാല്, ക്രീം, പിന്നെ കശുവണ്ടി അരച്ചത് ഒക്കെ ചേർത്ത് നമ്മൾക്ക് ആ കറീനെ റിച്ച് കറിയാക്കാം. പിന്നെ അതിൻ്റെ ടോപ്പിംഗ് ആയിട്ട് നമ്മൾ ഈ കസൂരി മേത്തി എന്ന് പറയുന്ന ഉലുവ ഇല ഉണക്കിയത് ഈ കറികളിലൊക്കെ പൊടിച്ച് ചേർക്കും. അപ്പോൾ അതിൻ്റേതായ ഒരു സ്വാദ് കിട്ടും. നമ്മൾ ഹോട്ടലുകളിലൊക്കെ നമുക്ക് കിട്ടുന്ന നോർത്ത് ഇന്ത്യൻ കറികൾ ഉണ്ടാക്കാനുള്ള അരപ്പാണ് ഇത്. ഈ അരപ്പ് ഉണ്ടാക്കി വെച്ചാൽ പല പ്രാവശ്യം നമുക്ക് ഒരു 8 പ്രാവശ്യത്തേക്കെങ്കിലും കറി ഉണ്ടാക്കാനുള്ള അരപ്പ് കിട്ടും. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കി വെച്ച അരപ്പാണ്. അത് ഞാൻ ഇതുപോലെയുള്ള ചെറിയ ഡപ്പായിനകത്ത് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ ഭക്ഷണമൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സാധനമാണ് ഇത്. നമുക്ക് ഒന്നിച്ച് വാങ്ങിക്കാൻ പറ്റും. അത് ഫ്രീസ് ചെയ്ത് വച്ചിരിക്കുന്നതാണ്. ഇത് ഞാൻ ഓരോന്നായിട്ട് എടുക്കും, ആവശ്യമുള്ളപ്പോൾ എടുക്കും. പിന്നെ എനിക്ക് ഒരു 10 മിനിറ്റിനകം കറി തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ഇത് ഒരു പനീർ പാക്കറ്റാണ്. ഇത്രയും പനീറിന് ഉള്ള അരപ്പാണ് ഇതൊരു 4 ടേബിൾ സ്പൂൺ അരപ്പ് കാണും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം.
ഇത് പ്രഷർ കുക്കറിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. വളരെ എളുപ്പത്തിൽ ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ പ്രഷർ കുക്കർ അടുപ്പത്ത് വെച്ചു, അതിനകത്തേക്ക് എണ്ണ ഒഴിക്കുകയാണ്. ഇത് ഞങ്ങളുടെ വീട്ടിൽ ആട്ടിയ വെളിച്ചെണ്ണ തന്നെയാണ്. എണ്ണ നമുക്ക് തീരെ കുറവല്ലാതെ എണ്ണ ഒഴിക്കണം. കാരണം ഇത് 7-8 കറികൾക്കുള്ള എണ്ണയാണ്. ഇത് ഏകദേശം ഒരു കപ്പോളം എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറിക്ക് എണ്ണ ആവശ്യമേ ഇല്ല. കറികൾക്ക് ഈ 7-8 കറികൾ നമ്മൾ ഉണ്ടാക്കില്ല. ഈ പൊടി വെച്ച് ഈ അരപ്പ് വെച്ച് നമ്മൾ എത്ര കറി ഉണ്ടാക്കുന്നോ അതിലൊന്നും പിന്നീട് നമുക്ക് എണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എണ്ണ നമ്മൾ വെച്ച് ചൂടാകാൻ വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ ആദ്യം സവാള ചേർക്കണം. എണ്ണ നല്ലവണ്ണം ചൂടായിട്ട് നമുക്ക് അതിനകത്തോട്ട് ആദ്യം ഈ സവാള ചേർക്കാം. ചൂടായ എണ്ണയിലോട്ട് സവാള ചേർക്കുകയാണ്. സവാള നമുക്ക് ഒന്ന് വഴറ്റാം. സവാള ഒരുപാട് വഴലണ്ട, എന്നാലും അതൊന്ന് വഴന്ന് വരാനായിട്ട് ഇളക്കി അല്പം വഴന്ന് കഴിയുമ്പോൾ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ വേഗം വെള്ളമൊക്കെ ഇറങ്ങി വന്നോളും. ഇത് മാക്സിമം ചൂടിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോഴത്തേക്ക് ഞാൻ ഇതിൻ്റെ അടപ്പ് റെഡിയാക്കി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേരുമ്പോൾ ഇപ്പോൾ തന്നെ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഉപ്പ് ചേരുമ്പോൾ ഞാനിപ്പോൾ 2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പകുതിയായിട്ട് 4 പ്രാവശ്യം. അല്പം അടച്ചു വെക്കാം. അടച്ചു വെക്കുമ്പോൾ ഇത് വേഗം ബ്രൗൺ ആവും. അല്പം ബ്രൗൺ ആയാൽ മതി, അധികം വഴന്ന് വരണ്ട. അല്പം ആയി വരുമ്പോൾ നമുക്കതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ടൊമാറ്റോ പൊടികൾ ഇതെല്ലാം ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി പ്രഷർ കുക്ക് ചെയ്താൽ മതി. നമ്മൾ വലുതായിട്ടുള്ള വഴറ്റലും വലുതായിട്ടുള്ള ജോലികളും ഒന്നും അതിന് ഇല്ല. അപ്പോൾ നമുക്ക് ഇതൊന്ന് ആയി വരട്ടെ. ഇപ്പോൾ കാണാമല്ലോ, വെള്ളമൊക്കെ ഇറങ്ങി ചുമന്ന് വരുന്നുണ്ട്, ബ്രൗൺ ആയിട്ട് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. പതുക്കെ കൈകൊണ്ട് വടിച്ചിടുകയാണ്. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിതിനകത്തേക്ക് ജീരകം പൊടിച്ചത്, ഇത് വേകാനുള്ള വെള്ളം ഇതിൽ നിന്ന് തന്നെ വരും. ടൊമാറ്റോയും മല്ലിപ്പൊടി, വലുതായിട്ട് മൂപ്പിക്കേണ്ട കാര്യമില്ല. ഇത് കുക്കറിൽ വേകുമ്പോൾ എല്ലാം ശരിയായിട്ട് വരും. മുളക് പൊടി, ടൊമാറ്റോ, 1/2 കിലോ ടൊമാറ്റോ ഉണ്ട്. ടൊമാറ്റോയും ഉള്ളിയും ഒരേ അളവിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, അതേ അളവിൽ. അപ്പോൾ 1/2 കിലോ ടൊമാറ്റോ, 1/2 കിലോ ഉള്ളി, 1/2 കപ്പ് മല്ലിപ്പൊടി, 1/2 കപ്പ് മുളക് പൊടി. ഞാനിവിടെ 1/3 കപ്പ് മുളക് പൊടി, ബാക്കി ഞാൻ പച്ചമുളക് കറി ഉണ്ടാക്കുമ്പോൾ ചേർക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും നമ്മൾ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി. ഇനി ഇതിനകത്തുനിന്ന് തന്നെത്താനെ വെള്ളമൊക്കെ ഇറങ്ങി വരും. കുറച്ച് ഉപ്പ് കൂടെ നമുക്ക് ചേർക്കാം. ഞാൻ ആദ്യം 2 ടീസ്പൂൺ ഉപ്പ് ചേർത്തു. ഇപ്പോൾ ഈ ടൊമാറ്റോയൊക്കെ ചേർത്തതല്ലേ, അപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്.
വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. നമുക്കിനി ഇത് അടച്ച് വെച്ച് പ്രഷർ കുക്ക് ചെയ്യാം. ഏറ്റവും ചെറിയ ഫ്ലെയിമിലാണ് ഇത് വെക്കേണ്ടത്. ഏറ്റവും മിനിമം ഫ്ലെയിമിൽ വെച്ച് വെയിറ്റ് ഇട്ട് 15 മിനിറ്റ് കുക്ക് ചെയ്യാം. അപ്പോൾ ചെറുതായിട്ട് പ്രഷർ വരും. ചിലപ്പോൾ ഓരോ കുക്കർ അനുസരിച്ചിരിക്കും. ഈ കുക്കറിൽ എന്ന ശബ്ദമേ വരുള്ളൂ, അതായത് 10 വിസിൽ അങ്ങനെ വരികയില്ല. അപ്പോൾ ഞാനിത് ഇപ്പോൾ വെച്ചിരിക്കുന്നു. ഇനിയും 10-15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം. അതുവരെ എന്താകുമെന്ന് നോക്കാം. 20 മിനിറ്റോളം സിമ്മിൽ വെച്ചിട്ട് ഓഫ് ചെയ്തതാണ് ഇത്. ഇപ്പോൾ ഇത് നല്ലതുപോലെ വെന്ത് ഒരു മസാല ഉണ്ടായിട്ട് ഇരിക്കുകയാണ്. ഇത് ഞാനിനി ഇതുപോലെ ഒരു 3 തവി ഒരു പാക്കറ്റിൽ വെച്ച് ട്രാൻസ്ഫർ ചെയ്ത് ഓരോ പാത്രങ്ങളിലാക്കി വെക്കും. ആറിക്കഴിയുമ്പോൾ പാത്രങ്ങളിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ എടുക്കുന്ന സമയത്ത് പച്ചമുളക്, മല്ലിയില വേണമെങ്കിൽ മല്ലിയില, അല്ലെങ്കിൽ കസൂരി മെത്തിയൊക്കെ ആഡ് ചെയ്ത് നമുക്ക് പലതരം കറികളുണ്ടാക്കാം. വെജിറ്റേറിയൻ ആൻഡ് നോൺ വെജിറ്റേറിയൻ കറികളുണ്ടാക്കാം. നമ്മൾ ചിക്കൻ ബട്ടർ മസാല എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കത്തില്ല, ബട്ടർ ചിക്കൻ, അതൊക്കെ ഉണ്ടാക്കാനായിട്ട് ഈ ഗ്രേവി ആണ് ബേസിക് ഗ്രേവി. അപ്പോൾ ഈ ഗ്രേവി ഞാനിങ്ങനെ ഉണ്ടാക്കി വെക്കാറുണ്ട്. ഇത് 1/2 കിലോ ടൊമാറ്റോയും 1/2 കിലോ സവാളയും പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൊണ്ടുള്ള ഗ്രേവിയാണ്. അപ്പോൾ ഇത് വെച്ച് ഉണ്ടാക്കുന്ന ഒരു പനീർ കറി ഞാൻ പാലക് പനീറോ ഏതെങ്കിലും ഒരു പനീർ കറി ഞാൻ താമസിയാതെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നന്ദി, നമസ്കാരം.